Good morning to all of you. Today we are going to discuss about computation of arithmetic mean under discrete series. What is discrete series? Discrete series means series where frequencies are given but without class intervals. In discrete series, arithmetic mean may be computed by applying either direct method or shortcut method. First one, direct method. X bar is equal to sigma fx divided by n. X bar means arithmetic mean, x value of the variable, f frequency, n total of frequency or total number of observations. ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡിസ്ക്രീറ്റ് സീരീസിലുള്ളതാണ്. സൈസ് ഓഫ് ഷൂ, അതാണ് വേരിയബിൾ എന്ന് പറയുക, എക്സ്. അതുപോലെ തന്നെ അത് എത്ര കുട്ടികളാണ് ഉപയോഗിക്കുക, അതാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുക. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ വേരിയബിളും ഫ്രീക്വൻസിയും ഒരുമിച്ച് തരുന്ന തരത്തിലുള്ള സീരീസുകളെയാണ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുക. ഈ ഡിസ്ക്രീറ്റ് സീരീസിലുള്ള ക്വസ്റ്റ്യൻ്റെ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. അത് നമ്മളിവിടെ ഡയറക്റ്റ് മെത്തേഡിലാണ് ചെയ്യുക. ഡയറക്റ്റ് മെത്തേഡിൽ അരിത്മെറ്റിക് മീൻ കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുക എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നാണ്. എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്, എക്സ് എന്ന് പറയുന്നത് വേരിയബിൾ ആണ്, എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഇനി നമ്മളതൊരു ടേബിൾ ഫോമിൽ എഴുതുക. സൈസ് ഓഫ് ഷൂ, സൈസ് ഓഫ് ഷൂ എന്ന് പറയുക, അത് എക്സ് ആണ്, വേരിയബിൾ ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എഴുതുക. 4, 8, 12, 16 and 20. നെക്സ്റ്റ് അതിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതാണ് അവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുക. അതും ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. 6, 12, 18, 15 and 9. ഇനി അതിനുശേഷം നമ്മളെ സംബന്ധിച്ച് സിഗ്മ എഫ് എക്സ് കാണണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എഫ് എക്സ് എന്ന് പറയുക. എഫ് എക്സ് എന്ന് പറയുക എഫിൻ്റെ കോളവും എക്സിൻ്റെ കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4 × 6 24, 12 × 8 96, then 12 × 18 216, then 16 × 15 240 and 20 × 9 180. അപ്പോൾ ഇതിൽ നിന്നും നമ്മളെ സംബന്ധിച്ച് എഫ് എക്സ്, അതായത് സിഗ്മ എഫ് എക്സ് എന്ന് പറയുക ഇതിൻ്റെ ടോട്ടലാണ്. അപ്പോൾ ഈ ഫിഗേഴ്സ് എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 756 ആണ്. ഇനി എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് ഇവിടെ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. അപ്പോൾ ഫ്രീക്വൻസിയുടെ ടോട്ടൽ എന്ന് പറയുക ഇവിടെ n = 60 ആണ്. അപ്പോൾ ഇക്വേഷനിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇനി നമ്മളത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് 756 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, ദാറ്റ് ഈസ് ഹിയർ ടോട്ടൽ ഓഫ് frequencies, that is n = 60. So 756 divided by 60
ഈസ് ഈക്വൽ ടു 12.6. അപ്പോൾ ഇതിൻ്റെ മീൻ എന്ന് പറയുക 12.6 ആണ്. Next one is computation of arithmetic mean under shortcut method. Here assumed mean is taken first and taking deviations of variable from assumed mean. The equation is x bar is equal to a plus sigma fd divided by n. X bar is arithmetic mean, a is assumed mean, d is deviation of the variable from the assumed mean, that is d is equal to x minus a, f indicates frequency, n is total frequency or total number of items. Here n is equal to total frequency. ഇവിടെ ലഭ്യമായിരിക്കുന്ന ക്വസ്റ്റ്യൻ അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അത് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിലാണ് ചെയ്യുക. മുമ്പ് കണ്ട അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ സൈസ് ഓഫ് ഷൂ എന്ന് പറയുന്നത് ആണ് നമ്മളുടെ വേരിയബിൾ എക്സ് എന്ന് പറയുക. ദെൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുക. അത് ഷോർട്ട് കട്ട് മെത്തേഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുക എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ എന്നാണ്. അപ്പോൾ ഇനി നമ്മളതിൻ്റെ ടേബിൾസ് പ്രിപ്പയർ ചെയ്യുക. നമ്മളുടെ വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്, സൈസ് ഓഫ് ഷൂ. അപ്പോൾ അത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതുക. 4, 8, 12, 16 ആൻഡ് 20. ഇനി നെക്സ്റ്റ് അതിൻ്റെ ഫ്രീക്വൻസിയാണ് എഴുതുക. എഫ് ദാറ്റ് ഈസ് 6, 12, 18, 15 ആൻഡ് 9. അടുത്ത സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത് ഡി കാൽക്കുലേറ്റ് ചെയ്യണം. ഡി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എക്സ് മൈനസ് എ ആണ്. എക്സ് മൈനസ് എ എന്ന് പറയുക, എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ആണ്, എ എന്ന് പറയുന്ന അസ്യൂംഡ് മീൻ ആണ്. അപ്പോൾ വേരിയബിളിൽ നിന്നും നമ്മളൊരു അസ്യൂംഡ് മീൻ എടുക്കുക. ഏകദേശം മിഡിലിൽ വരുന്ന ഒരു വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂംഡ് മീനായിട്ട് എടുക്കുക 12 ആണ്. അപ്പോൾ അതുകൊണ്ട് എക്സ് മൈനസ് 12 എന്നാണ് നമ്മളിവിടെ എഴുതുക. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഓരോ എക്സ് വേരിയബിളിൽ നിന്നും നമ്മൾ 12 ലെസ് ചെയ്യുക. അപ്പോൾ 4 മൈനസ് 12 ഈസ് ഈക്വൽ ടു minus 8, 8 minus 12 is equal to minus 4, then 12 minus 12 is equal to 0, 16 minus 12 is equal to 4, that is plus 4, then 20 minus 12 is equal to 8. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്നും എഫ് ഡി കാൽക്കുലേറ്റ് ചെയ്യുക. എഫ് ഡി അതായത് ഫ്രീക്വൻസിയും നമ്മളുടെ ഡിയും തമ്മിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. എഫിൻ്റെ കോളവും ഡിയുടെ കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6 ഇൻറ്റു മൈനസ് 8 ദാറ്റ് ഈസ് മൈനസ് 48, ദെൻ 12 ഇൻറ്റു മൈനസ് 4 ദാറ്റ് ഈസ് മൈനസ് 48, ദെൻ 12 ഇൻറ്റു 0 എഫ് ഡി ആണ്, സോറി 18 ഇൻറ്റു 0 ദാറ്റ് ഈസ് 0. Then next 15 into 4 that is 60 plus 60. Then next 9 into 8 that is plus 72. ഇതിൽ നിന്നും നമ്മൾ അതിൻ്റെ ടോട്ടൽസ് എടുക്കുക. അതായത് സിഗ്മ എഫ് ഡി എന്ന് പറയുക. 2 വ്യത്യസ്ത ചിഹ്നങ്ങളുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ടോട്ടൽ ചെയ്തിട്ട് വലുതിൻ്റെ ചിഹ്നമാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ -48 -48 എന്ന് പറയുക,
-96 വരും. 60 + 72 എന്ന് പറയുക 132 വരും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 36 ആണ്. അത് പ്ലസ് സൈനാണ് താനും, കാരണം വലിയ സംഖ്യ പ്ലസ് ആണ് വരുന്നത് എന്നുള്ളത് കൊണ്ട്. നെക്സ്റ്റ് ഫ്രീക്വൻസിയുടെ ടോട്ടൽ എന്ന് പറയുക ദാറ്റ് ഈസ് n = 60. അപ്പോൾ ഇക്വേഷനിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിച്ചു. തുടർന്ന് നമ്മളത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് എ എന്ന് പറയുന്നത് 12 പ്ലസ് സിഗ്മ എഫ് ഡി എന്ന് പറയുക 36 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് 60. അപ്പോൾ ദാറ്റ് ഈസ് 12 പ്ലസ് 36 ഡിവൈഡഡ് ബൈ 60 എന്ന് പറയുക 0.6. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുക 12.6 ആണ്. അപ്പോൾ ഇതാണ് സൈസ് ഓഫ് ഷൂസും നമ്പർ ഓഫ് സ്റ്റുഡൻസും നമുക്ക് തന്നിരിക്കുന്നു. അതിൽ നിന്നും അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുമ്പോൾ ലഭിക്കുന്നത് ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച്. ഇവിടെ ക്വസ്റ്റ്യനിൽ 50 പേഴ്സൺസിൻ്റെ ഇൻകമാണ് കൊടുത്തിരിക്കുക. അതിൽ നിന്നും അതിൻ്റെ ആവറേജ് ഇൻകം കാണുക, അതായത് അരിത്മെറ്റിക് മീൻ കാണുക. ഇത് ഡയറക്റ്റ് മെത്തേഡിലും ഷോർട്ട് കട്ട് മെത്തേഡിലും ചെയ്യുക. ഇത് ഡിസ്ക്രീറ്റ് സീരീസിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക.